പത്തനാപുരത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടികൾ ചത്തു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3 പശുക്കുട്ടികളെയാണ് നായകൾ കൊന്നത്. നായകൾ അംഗനവാടി സ്കൂൾ കുട്ടികൾക്കും ഭീഷണിയാകുന്നു. പത്തനാപുരം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വാഴത്തോപ്പ്, ഗുരുദേവ HS ഗവൺമെന്റ് UPS LPS എന്നീ സ്കൂളുകൾക്ക് സമീപമാണ് തെരുവു നായകൾ അക്രമകാരികളാകുന്നത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. പിറവന്തൂർ വാർഡിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 പശുക്കുട്ടികളെയാണ് ഇവിടെ തെരുവു നായ ആക്രമിച്ചത്. നമുക്ക് പുലിയാണെന്ന് പോലും സംശയമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ട് ഇത് വരുക. ഇവിടെ എനിക്ക് തോന്നുന്നു പഞ്ചായത്തിനോട് പലതവണ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ഷൈജു അടക്കം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് വരെ പറഞ്ഞെന്നാണ് പറയുന്നത്. ഇപ്പോൾ തെരുവു നായയെ പിടിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കാൻ പഞ്ചായത്തിന് വരെ അധികാരമുണ്ട്. പക്ഷേ ഇത് ഇന്നലെയും മിനിഞ്ഞാന്നും 2 ദിവസമായി. നേരത്തെയും ഈ പറഞ്ഞില്ലേ, മലയിൽ നിന്ന് വരുന്ന പശുക്കളാണ്. പശുക്കൾ നമുക്ക് നാട്ടുകാർക്ക് ശല്യമാണ്. ഈ പന്നിയോ ആനയോ ഒക്കെ പലയിടത്തും ഇറങ്ങുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പശുക്കളാണ് ശല്യം. കാരണം മലയിൽ നിന്ന് കൂട്ടമായിട്ട് അത് ആരെങ്കിലും ഇതിനെ ഒന്ന് ഓടിക്കാൻ ശ്രമിച്ചാൽ അവരെ ആക്രമിക്കുന്ന ഒരു ഇതാണ്, പശുക്കൾ ഇടിക്കുന്ന ഒരു ഇതാണ് ഒരു ഇത് വരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുപോലെ വരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. കാരണം ഞങ്ങളിത് കണ്ടില്ല. തെരുവു നായ ആണെന്ന് പറയപ്പെടുന്നു. അതോ ഇനി പുലി വല്ലതും ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരിതാണ്, ഭീകരമായാണ് ഇവിടെ ഇത് വരുന്നത്. അപ്പോൾ ഇതിനെതിരെ വനം വകുപ്പ് പറയുന്നത് അത് പശുക്കളാണ്, അല്ലെ നായ്ക്കളാണ്, അത് നടപടിയെടുക്കേണ്ട പഞ്ചായത്താണെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ഇത് പഞ്ചായത്താണോ വനം വകുപ്പാണോ ആരാണെന്ന് അറിയാതെ ഞങ്ങൾ വിഷമിക്കുകയാണ്. കാരണം ഇതിൻ്റെ നടപടിയെടുക്കേണ്ട അധികാരികൾ ആരായാലും ശരി, അത് പഞ്ചായത്തായാലും വനം വകുപ്പായാലും റവന്യൂ അധികാരികളായാലും ആരായാലും ശരി, അധികാരികൾ അടിയന്തരമായി ഈ നടപടി ഇത് എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാവണം. കാരണം ഇവിടെ 2-3 സ്കൂളുകൾ, SNUPS ആയാലും ഗുരുദേവ ഹൈസ്കൂളായാലും ഗവൺമെൻറ് UPS ആയാലും 3 സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ നടന്നു പോകുന്ന വഴിയോരത്താണ് ഈ കഴിഞ്ഞ 2 ദിവസമായി ഇത്തരം അക്രമം ഉണ്ടായത്. അപ്പം പല ഒരിതിലും, കാരണം ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ ഇത് പട്ടിയാണോ തെരുവു നായകളാണോ അതോ ഇനിയും പുലിയാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. പുന്നല മേഖലയിൽ നിന്നും വനത്തിനുള്ളിൽ മേയാൻ വിടുന്ന പശുക്കുട്ടികളെയുമാണ് തെരുവു നായ്ക്കൾ കൊന്നൊടുക്കുന്നത്. പശുക്കളെ കൊല്ലുന്നത് നായകളാണോ പുലിയോ കടുവയോ മറ്റോ ആണെന്നും നാട്ടുകാർ സംശയിക്കുന്നു. ഇത് പിറവന്തൂർ വാർഡിലെ ഗുരുദേവ ഹൈസ്കൂൾ തൊട്ട് ബാക്കിലായിട്ടുള്ള ഭാഗമാണ്. ഇവിടെ തെരുവു നായ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇക്കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഒരു പശുക്കുഞ്ഞിനെ കുറെ കൂട്ടം പട്ടികൾ കടിച്ച് അവശരാകുകയും മണിക്കൂറുകൾക്കകം അത് ചത്തുപോവുകയും ഉണ്ടായി. ഇത് ഈ പറയുന്ന പുന്നല കാടിനകത്ത് പുന്നലക്കാരുടെ തന്നെ പറയുന്ന കുറേ പശുക്കൾ ഉണ്ട്. അതെല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് ഇറങ്ങുകയും ഇവിടെ ചക്കയും മറ്റും തിന്നാനായിട്ടാണ് ഇറങ്ങുന്നത്. അതിൻ്റെ ശല്യം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ തെരുവു നായ്ക്കൾ കടിച്ച് കീറി കൊല്ലുന്നത്. കഴിഞ്ഞ ദിവസം ചത്തതിനെ കുഴിച്ചിട്ടൊരു പൈസ പോലും ഇതിനായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ഈ പറയുന്ന പോലെ പശുക്കുഞ്ഞ് ചാവാറായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാലും എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാനിത് പഞ്ചായത്തിൽ അവതരിപ്പിച്ചതാണ്. നമ്മുടെ ഈ റോഡുകൾ മുഴുവൻ ഇപ്പോൾ ഈ ഹൈസ്കൂളിൻ്റെ ഭാഗത്തായാലും നമ്മുടെ ഈ എല്ലാ വീടുകളിലും രാത്രിയിൽ സിറ്റ് ഔട്ടിൽ വന്ന് കിടക്കുന്നതായിട്ട് ഇപ്പോൾ അറിയാൻ പറ്റിയത്. എല്ലാവർക്കും ഒരു ഭീഷണിയായി മാറിയിരിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ നേരെയും ഇതിപ്പോൾ ആക്രമണത്തിന് മുതിർന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം. കാട്ടിൽ മേയാൻ വിടുന്ന പശുക്കളും കുട്ടികളും മുതിർന്നവർക്കും ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിലെ തെരുവു നായ ശല്യത്തിന് പരിഹാരം കാണുവാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ലെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നു. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം
International Certification RTO Government License. JCB, Crane, Telescope Hydra Crane, Electrical Remote Tower Crane, Manual Forklift, Automatic Forklift, Electrical Forklift, Imported Heavy Wheel Loader, Telehandler, Boom Loader, Vibrating Compactor, Bobcat, Road Roller, Hitachi Dorsal Loader. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.